ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവികാര വിരുദ്ധവും സാമ്പത്തിക പ്രതിസന്ധിയാൽ എല്ലാം മുടങ്ങിക്കിടക്കുന്നതിന് പിണറായിയുടെ ഭരണം തന്നെയാണ് കാരണം. സർക്കാരിൻ്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും മാത്രമാണ് കാരണമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. കേരള സംസ്ഥാനം ഇതുവരെയും കാണാത്ത മോശമായ ഭരണമാണ് രണ്ടാം പിണറായി തുടർ ഭരണത്തിൽ നടക്കുന്നത്. എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞതെല്ലാം മറന്നാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളെ പ്രലോഭിപ്പിച്ച് കുടുക്കിയത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. CPM-ന്റെ സ്ഥിരം തന്ത്രം ഈ പ്രാവശ്യം വിലപ്പോകില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇതിനു മുൻപുണ്ടായ ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരിൽ ആരും തന്നെ ഇത്രയും മോശമായ ഭരണം സംസ്ഥാനത്ത് കാഴ്ചവെച്ചിട്ടില്ലെന്നും പറയുന്നു. കേരള സംസ്ഥാന സർക്കാർ അനാവശ്യ കേസുകൾക്കും പാർട്ടിക്കാരെ രക്ഷിക്കാനും വേണ്ടി അനവധി കോടികൾ വക്കീൽ ഫീസായി ചെലവാക്കി വരുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. കപിൽ സിബലിന് മാത്രം 3 കോടി കൊടുത്തതായി പറയുന്നു. മുഖ്യമന്ത്രിയുടെ നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കാൻ പരസ്യത്തിനായി കോടികൾ ചെലവാക്കി അങ്ങനെ ധൂർത്തിന് മാത്രമായി ഖജനാവ് മുടിപ്പിക്കുന്നതായിരുന്നുവെന്നും ആരോപണം ഉയരുന്നുണ്ട്. കേരള സർക്കാരിന് 145ഓളം അഭിഭാഷകരുണ്ടായിട്ടാണ് ഡൽഹിയിലെ അഭിഭാഷകരെ നിയമ ഉപദേശങ്ങൾക്കും സുപ്രീം കോടതിയിലും മറ്റു കേസുകൾ വാദിക്കാൻ 2.5 കോടി വരെ നൽകിയാണ് കടമെടുക്കാൻ വേണ്ടിയുള്ള കേന്ദ്രത്തിനെതിരെ കേസ് വാദിക്കാൻ ചെലവാക്കിയതെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. മാസപ്പടി കേസിന് കേരളം ഹൈക്കോടതിയിൽ പോകാൻ KSIDCയെ കൊണ്ട് കോടികൾ ചെലവാക്കിപ്പിക്കുന്നതായും ആരോപണമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ആദായനികുതി നോട്ടീസിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കോൺഗ്രസ്. ആദായനികുതി വകുപ്പിന്റെ നോട്ടീസിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ PCC അധ്യക്ഷന്മാർക്കും AICC സർക്കുലർ അയച്ചു കഴിഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് പറയുന്നത്. പിഴയും പലിശയും അടക്കം 1823 കോടി രൂപ അടയ്ക്കണമെന്നാണ് ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആരോപിച്ചാണ് കോൺഗ്രസ് പാർട്ടിയുടെ 8 വർഷത്തെ IT റിട്ടേണുകൾ വീണ്ടും പൊടിതട്ടിയെടുക്കുന്നതെന്നും ഇത് ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായ ക്യാമ്പയിനാണെന്നും ആദായനികുതി വകുപ്പ് കോൺഗ്രസിനെതിരെ മനഃപൂർവ്വം അന്യായമായ നടപടി സ്വീകരിച്ചു വരികയാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. ഞായറാഴ്ച ഡൽഹിയിൽ നടക്കുന്ന റാലിയിലും പ്രതിഷേധം ഇരമ്പും. മാത്രമല്ല സുപ്രീം കോടതിയെ സമീപിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നും വേണുഗോപാൽ പറഞ്ഞു. അതേസമയം BJPക്ക് 4500 കോടിയുടെ പിഴ അടയ്ക്കേണ്ടി വരുന്ന കണക്കുകളൊന്നും ഇൻകം ടാക്സ് അധികൃതർ നോക്കുന്നില്ല എന്ന ആരോപണവും വ്യാപകമായി ഉണ്ട്. വർഗീയ ശക്തികളെ പ്രതിരോധിക്കാൻ LDFന് മാത്രമേ കഴിയുള്ളൂ എന്ന് മുഖ്യമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡല പര്യടനത്തിന് മുൻപ് മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരത്ത് CPIയുടെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് വേണ്ടിയാണ് മണ്ഡലത്തിലെ ആദ്യ പര്യടനമെന്ന് പറയുന്നു. രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെയും മതനിരപേക്ഷ പാരമ്പര്യത്തെയും സംരക്ഷിക്കാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാത്ത അവസരവാദ രാഷ്ട്രീയം പയറ്റുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയണമെന്നും കേരളം വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ പാർലമെന്റിൽ നിശബ്ദരായ UDF MPമാരെ വിലയിരുത്തേണ്ടതുണ്ടെന്നുമുള്ള കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കർണാടകയിലെ BJP വിഭാഗീയത ശക്തമാകുന്നത് കോൺഗ്രസിന് വമ്പിച്ച നേട്ടമുണ്ടാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നു. വർഷങ്ങളായി കർണാടകയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പാക്കുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 അക്കം നേടുകയെന്നത് ബാലികേറ മലയായി തുടരുകയാണെന്ന് ഈ കാഴ്ചയാണ് കർണാടക ജനങ്ങൾ കണ്ടുവരുന്നത്. എന്നാൽ ഇത്തവണ കാര്യങ്ങളെല്ലാം കോൺഗ്രസിന് അനുകൂലമായി മറിയുന്ന കാറ്റാണ് വീശുന്നതെന്ന് നേതാക്കൾ ആശ്വസിക്കുന്നു. BJPയിലെ വിഭാഗീയത മുതലെടുപ്പ് നടത്തി വോട്ട് ശേഖരിക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ ന്യൂസ് പ്ലാറ്റ്ഫോമായ ഈ ദിന നടത്തിയ സർവേ ഫലം
അത് വ്യക്തമാക്കുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ദിന പ്രവചനം നടത്തിയത് കൃത്യമായിരുന്നുവെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് നേതാക്കൾ ഈ കാര്യവുമായാണ് മുന്നോട്ട് പോകുന്നത്. പാർട്ടിയെ ഇൻകം ടാക്സിനെ കൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്നത് കർണാടക കോൺഗ്രസ് മറികടക്കുമെന്ന് തന്നെയാണ് കർണാടക കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഒരു ഭാഗത്ത് കെജ്രിവാളിനെ കുറുക്ക് മുറുക്കി അകത്തിടാൻ ശ്രമം നടക്കുന്നു, മറുഭാഗത്ത് പുതിയ മുഖ്യമന്ത്രി നിയമനവും ആലോചനയിൽ. കെജ്രിവാളിനെ ED വെച്ച് കള്ളക്കേസുണ്ടാക്കി എന്നേക്കുമായി അഴിക്കുള്ളിൽ സ്ഥിരമായി കിടത്താൻ ഒരു കരുനീക്കങ്ങൾ നടക്കുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് BJP പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്യുകയാണ്. കെജ്രിവാളിന് ജനപിന്തുണ ആർജിക്കാൻ വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാൻ ആശീർവാദം എന്ന് പേരിട്ടിരിക്കുന്നു. പ്രചാരണത്തിന് പാർട്ടി നീക്കം നടത്തുകയാണ്. മുഖ്യമന്ത്രിക്ക് പകരം ഒരാളെ കണ്ടുവയ്ക്കാനും ആലോചന നടക്കുന്നുണ്ട്. വനിതാ മുഖ്യമന്ത്രി ആവാനാണ് സാധ്യത എന്ന് അറിയുന്നു. EDക്കെതിരെ അതിഷി ആഞ്ഞടിക്കുകയാണ്. കെജ്രിവാളിൻ്റെ ഫോൺ ED ആവശ്യപ്പെടുന്നത് AAPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചോർത്തിക്കൊടുക്കാനാണെന്ന് ആരോപിച്ചു. ഇതിനാണ് കെജ്രിവാളിൻ്റെ ഫോൺ പരിശോധിക്കണമെന്ന് പറയുന്നത്. കേന്ദ്ര ഏജൻസികളെ വെച്ച് BJPയുടെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിൻ്റെ തെളിവാണിതെന്നും അവർ ആരോപിച്ചു. EDക്ക് അല്ല ഫോണിൻ്റെ ആവശ്യം എന്നാണ് അറിയേണ്ട ആവശ്യം, മറിച്ച് BJPക്കാണെന്നും അതിഷി പറഞ്ഞു. ഡൽഹി ഭരണം പിടിക്കാൻ എന്ത് അട്ടിമറിയും BJP നടത്തുമെന്നും അതിൻ്റെ ഫലങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നും അതിഷി ചൂണ്ടിക്കാട്ടി.